ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ വേണ്ടി പോകുന്നതെന്നും എന്താണ് ഈ ഒരു സെക്ഷൻ എന്നും ഒരു വെയ്ഗ് ഐഡിയ ഉണ്ടാക്കിയെടുത്തല്ലേ, ലൈക്ക് ഒരു ബേസ് ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു സെക്ഷനെ കൺസീവ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ 3 പാർട്ടായിട്ടാണ് ഈ ഒരു സെക്ഷനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: ബിസിനസ് എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ്, ഓർഗനൈസേഷണൽ എത്തിക്സ്. അതിൽ ബിസിനസ് എത്തിക്സ് നമ്മൾ ഈ ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ടോപ്പിക് എന്ന് പ്രിൻസിപ്പിൾസ്, വാല്യൂസ്, നോംസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എത്തിക്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസിൻ്റെയും വാല്യൂസിൻ്റെയും നോംസിൻ്റെ ഒക്കെ സെറ്റാണ് അല്ലേ. ഇതിൻ്റെ 3ൻ്റെ ഒരു സെറ്റാണ് എന്ത് എത്തിക്സ്. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾസ് എന്നും എന്താണ് വാല്യൂസ് എന്നും എന്താണ് നോംസ് എന്നും നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ പ്രിൻസിപ്പിൾസ് ഇത്രേ ഉള്ളൂ. അതായത് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിന് സ്പെസിഫിക് ബൗണ്ടറീസ് ഉണ്ടാവും. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു കാര്യവും ചെയ്യാൻ വേണ്ടി പാടില്ല. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് വയലേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അല്ലേ. ഇപ്പോൾ ഒരാൾക്ക് എന്താണ് റെസ്പോൺസിബിലിറ്റി, അതായത് എന്താണ് അയാളുടെ ഉത്തരവാദിത്തം, അതുപോലെ തന്നെ എന്താണ് അയാളുടെ അതോറിറ്റി, എന്താണ് അയാളുടെ അധികാരം എന്ന് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് വയലേറ്റ് ചെയ്യാതിരിക്കുക, ഇതിൻ്റെ അപ്പുറത്തേക്കൊരു കാര്യം ചെയ്യാതിരിക്കുക. അപ്പോൾ സ്പെസിഫിക് ബൗണ്ടറീസ് ഉണ്ടാവും ഹ്യൂമൻ ബിഹേവിയറിന്, നമ്മുടെ പെരുമാറ്റത്തിന് സ്പെസിഫിക് ബൗണ്ടറീസ് ഉണ്ടാവും. ഇത് ബ്രേക്ക് ചെയ്യാണ്ടിരിക്കുക അല്ലെ, ഇത് വയലേറ്റ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾസ്. ഈ ബൗണ്ടറീസ് ഉണ്ടല്ലോ, ഇതാണ് പ്രിൻസിപ്പിൾസ്. അതായത് നിനക്ക് ഇന്ന അതോറിറ്റിയാണുള്ളത്, നിനക്ക് ഇന്ന അധികാരമാണുള്ളത്, അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ റൈറ്റ് ഇല്ല, അത് വയലേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിനക്ക് ഇന്ന ഉത്തരവാദിത്തം ഉണ്ട്, അത് നീ ചെയ്യണം അല്ലെ. ഇത് ചെയ്തില്ലെങ്കിൽ അത് വയലേഷനാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു സ്പെസിഫിക് ബൗണ്ടറീസ് ഉണ്ടാവും ഹ്യൂമൻ ബിഹേവിയറിന്. അപ്പോൾ ഇതിനെയാണ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? സ്പെസിഫിക് ബൗണ്ടറീസ് ഫോർ ബിഹേവിയർ അല്ലെ. അതായത് നമ്മുടെ ബിഹേവിയറിന്, നമ്മുടെ പെരുമാറ്റത്തിന് സ്പെസിഫിക് ബൗണ്ടറീസ് ഉണ്ടാവും. ഷുഡ് നോട്ട് ബി വയലേറ്റഡ് അല്ലെ, ഇത് വയലേറ്റ് ചെയ്യാൻ പാടില്ല. അടുത്തത് എക്സാമ്പിൾ ഹ്യൂമൻ റൈറ്റ്സ്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ജസ്റ്റിസ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് വയലേറ്റ് ചെയ്യാൻ പാടില്ലാത്തത്. അതായത് ഫ്രീഡം ഓഫ് സ്പീച്ചും ജസ്റ്റിസും ഹ്യൂമൻ റൈറ്റ്സ് ഒന്നും വയലേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പനിക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണം, നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ചൈൽഡ് ലേബർ ഉപയോഗിച്ചു. ചൈൽഡ് ലേബർ എന്താണെന്ന് അറിയാലോ, കുട്ടികളെ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ചു. നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് ചിലപ്പോൾ ഇൻക്രീസ് ആകുമായിരിക്കും, പക്ഷേ ചൈൽഡ് ലേബർ എത്തിക്കലി കറക്റ്റ് ആണോ? അല്ല. അപ്പോൾ അതെന്താ ചെയ്യുക, നമ്മളൊരു ബിഹേവിയർ, ഒരു ബൗണ്ടറി അവിടെ വയലേറ്റ് ചെയ്തു. അപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ബൗണ്ടറീസിനാണ് എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ എത്തിക്സ് അപ്ലൈ ചെയ്യുക. ഓക്കെ. അടുത്തത് വാല്യൂസ് ഇത്രേ ഉള്ളൂ. അതായത് നമ്മുടെ സമൂഹവും ഓർഗനൈസേഷനൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, അതാണ് വാല്യൂസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അക്കൗണ്ടൻറ്റ് അയാൾ തന്നെ റെക്കോർഡ് ചെയ്തൊരു എറർ കണ്ടുപിടിച്ചു. ആൾക്ക് വേണമെങ്കിൽ അത് മാനേജറിനോട് പറയാതിരിക്കാം. മാനേജറിനോട് പറയാതിരുന്നു കഴിഞ്ഞാൽ അത് ആളറിയത്തില്ല, ലൈക്ക് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പക്ഷെ മാനേജറിനോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളത് അൺഹാപ്പി ആവും അല്ലേ, അൺഹാപ്പി ആവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അക്കൗണ്ടൻറ്റിൻ്റെ വഴക്ക് പറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഇയാൾ ലൈക്ക് അതൊന്നും കുഴപ്പമില്ല, ഞാനാണ് ഈ ഒരു എറർ കണ്ടക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് മാനേജറിൻ്റെ അടുത്ത് പോയി പറയുവാണ്. അപ്പോൾ ലൈക്ക് ഇവിടെ എന്താണ്, ആളൊരു സത്യസന്ധനായിട്ട് പെരുമാറിയല്ലേ, ആളവിടെ ഓണസ്റ്റായി. അപ്പോൾ ഇത് നമ്മുടെ സമൂഹവും ഓർഗനൈസേഷനൊക്കെ നല്ല കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതെപ്പോഴും നമ്മുടെ എത്തിക്സിൻ്റെ ഒരു എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ എത്തിക്സിൻ്റെ ഒരു സെറ്റ് ആയിരിക്കും അല്ലേ വാല്യൂസും പ്രിൻസിപ്പിൾസും നോംസും ആണല്ലോ എത്തിക്സ്. ലൈക്ക് ഇതിൻ്റെ ഒരു സെറ്റാണല്ലോ എത്തിക്സ്. അപ്പോൾ വാല്യൂസ് എന്താണ്, അതായത് നമ്മൾ ലൈക്ക് നമ്മുടെ കാര്യം തന്നെ, നമ്മൾ തന്നെ ഒരു ഒരു എറർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ചു, എന്നിട്ട് ഇപ്പോൾ മാനേജറിൻ്റെ അടുത്ത് പോയി നമുക്കത് പറയാതിരിക്കാം. പക്ഷെ നമ്മളത് പറയുന്നു അല്ലെ, അവിടെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുവാണ്. നമ്മുടെ സൊസൈറ്റിയും ഓർഗനൈസേഷനൊക്കെ നല്ല കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഇതാണല്ലേ, അതായത് സത്യസന്ധനായിട്ട് പെരുമാറുക എന്നുള്ളത്. അപ്പോൾ ഇത് വാല്യൂവിനൊരു എക്സാമ്പിളാണ്. ദെൻ നോംസ്, അതായത് ഇതൊരു റിട്ടൺ പോളിസിയോ ലോയോ ഒന്നുമല്ല നോംസ്. അതായത് ഇങ്ങനെ ചെയ്ത് നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ട് മാറിയതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 9 to 5 ആണ് നമ്മുടെ കമ്പനിയുടെ വർക്കിംഗ് ടൈം എന്ന് കരുതിക്കോളൂ. അതിൽ ഒരു എംപ്ലോയി ഒരു ദിവസം 9:10 വന്നു, അടുത്ത ദിവസം അയാൾ 9:10 വന്നു. അപ്പോൾ വേറെ എംപ്ലോയി നോക്കുമ്പോഴേക്കും ഇവന് 9:10 വരുന്നത്, അപ്പോൾ ഞാൻ 9:10 വരാം. അങ്ങനെ വന്ന് അവിടുത്തെ എല്ലാ എംപ്ലോയീസും 9 മണി എന്നുള്ളൊരു ടൈമിൽ നിന്ന് വിട്ട് 9:15 പിന്നെ ആ 9:15 എന്നുള്ളത് ബാക്കി ലൈക്ക് അതെന്താ എല്ലാവരും ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇവർ നേരത്തെ ഇറങ്ങാനും തുടങ്ങി ഓഫീസിൽ നിന്ന്. അപ്പോൾ ഇത് ചെയ്ത് വന്ന ഒരു കാര്യമാണ് അല്ലേ. ഇത് നോംസ് എന്ന് പറയുന്നത് നല്ല കാര്യമാകാം
മോശപ്പെട്ട കാര്യമാകാം. ഇതൊരു മോശപ്പെട്ട കാര്യമാണല്ലേ. അതായത് 9 to 5 എന്ന് പറയുന്ന ആ ഒരു കാര്യം നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് 9:15 അതെല്ലാവരും ചെയ്ത് അത് കമ്പനിയുടെ ഭാഗമായിട്ട് മാറി അല്ലേ. അതായത് കമ്പനിയിൽ സാധാരണയായിട്ട് നടക്കുന്ന ഒരു കൾച്ചറായിട്ട് മാറി. പുതുതായിട്ടൊരു എംപ്ലോയി വരുമ്പോഴേക്കും 9 മണിയെന്നും പറഞ്ഞാണ്, അതായത് 9 o'clock എന്നും പറഞ്ഞാണ് ആളെ എന്താ പറയുക അപ്പോയിൻറ്റ് ചെയ്യുക. പക്ഷേ ആൾ നോക്കുമ്പോൾ എന്താ എല്ലാവരും 9:15 വരുന്നു. അപ്പോൾ ഇതൊരു കമ്പനിയുടെ ഭാഗമാണെന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് അയാൾ 9:15 വരുന്നു. അതുപോലെ തന്നെ മാനേജേഴ്സ് ലൈക്ക് എന്തെങ്കിലും മീറ്റിങ്ങിനോ കാര്യങ്ങളോ ഒന്നും മാനേജേഴ്സിനോട് എംപ്ലോയീസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല അല്ലേ. എംപ്ലോയീസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. ഇത് ആ ഒരു പുതിയ എംപ്ലോയി വിചാരിക്കുകയാണ് ഇത് കമ്പനിയുടെ ഭാഗമായിരിക്കും. ചിലപ്പോൾ ആൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടാവും. പക്ഷേ എന്താ പറയുക വേറെ എംപ്ലോയീസ് ഒന്നും മാനേജേഴ്സിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. അപ്പോൾ അത് കമ്പനിയുടെ ഭാഗമാണെന്നാണ് ഈ ഒരു എംപ്ലോയി വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കമ്പനിയുടെ ഭാഗമായിട്ട് മാറിയതാണ്. അതല്ലാതെ ഒരു ലോയോ അല്ലെങ്കിൽ റിട്ടേൺ പോളിസിയോ ഒന്നുമല്ല. അപ്പോൾ അതാണ് നോംസ്. നമ്മൾ ചെയ്ത് അക്സെപ്റ്റ് ചെയ്തത്. അതായത് മാനേജേഴ്സിനോട് എംപ്ലോയീസ് ചോദ്യം ചോദിക്കുന്നില്ല എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ 9:15 നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ട് മാറിയ കൾച്ചേഴ്സ് അത് നല്ല കാര്യങ്ങളുണ്ടാകാം, മോശം കാര്യങ്ങളുണ്ടാകും. ഇപ്പോൾ നല്ല കാര്യങ്ങൾ ഇൻ ദ സെൻസ് എംപ്ലോയീസ് വെൽ ഡ്രസ്ഡ് ആയിട്ട് ഫോർമലായിട്ടൊക്കെ ഓഫീസിൽ വരുന്നു എല്ലാവരും. അപ്പോൾ പുതിയ എംപ്ലോയി വരുമ്പോഴേക്കും ഓക്കെ ആൾക്ക് മനസ്സിലാവുകയാണ് ഇവരെല്ലാവരും ഫോർമലായിട്ടാണ് വരുന്നത്, അപ്പോൾ ഞാൻ നാളെ തൊട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് വരാമെന്ന്. അപ്പോൾ ഗുഡ് നോംസ് എന്താണ്, ഗുഡ് എത്തിക്സിന് കാരണമായിട്ട് മാറും. അപ്പോൾ ബാഡ് നോംസും ഉണ്ടാവും. ബാഡ് നോംസാണ് ഞാൻ ഈ പറഞ്ഞ എംപ്ലോയീസ് എന്താ പറയുക മാനേജേഴ്സിനോട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാതിരിക്കുക. അതുപോലെ തന്നെ ലൈക്ക് വൈകി വരുന്നത് ഒരു ശീലമാക്കിയിട്ട് അത് കമ്പനിയുടെ ഭാഗമാക്കി മാറ്റി, ആ ഒരു കൾച്ചറാക്കി മാറ്റി. അപ്പോൾ ഗുഡ് നോംസും ഉണ്ടാവും, ബാഡ് നോംസും ഉണ്ടാവും. ഗുഡ് നോംസ് എപ്പോഴും ഗുഡ് എത്തിക്സിന് കാരണമായിട്ട് മാറും അല്ലേ. അപ്പോൾ അതാണ് നോംസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, പ്രിൻസിപ്പിൾസ് പറഞ്ഞു, വാല്യൂസ് പറഞ്ഞു, നോംസ് പറഞ്ഞു അല്ലേ. ഇതൊക്കെ എന്താണ്, ഇതിൻ്റെയൊക്കെ ഒരു സെറ്റാണ് എന്ത് എത്തിക്സ് എന്ന് പറയാനായിട്ട്. ദെൻ നമുക്ക് അടുത്തൊരു ചെറിയ ടോപ്പിക്കാണ് ലെവൽസ് ദാറ്റ് എൻകറേജ് അൺഎത്തിക്കൽ ബിഹേവിയർ. അതായത് അൺഎത്തിക്കൽ ബിഹേവിയർ, എത്തിക്കലായിട്ടുള്ള അല്ലാത്തൊരു ബിഹേവിയറിന് നമ്മളെ എൻകറേജ് ചെയ്യുന്ന ലെവൽസ് ഏതൊക്കെയാണെന്ന് 3 ലെവൽസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ ലെവൽ. എംപ്ലോയീസ് കംസ് ഫ്രം വൈഡ് റേഞ്ച് ഓഫ് ബാക്ക്ഗ്രൗണ്ട്. അതായത് ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസ് എല്ലാവരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കുമല്ലോ വരുന്നത്. ചിലർ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കാം, നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം, ആ ഒരു കമ്പനിയിൽ എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ആൾ ഈ ഒരു കമ്പനിയിൽ വരുമ്പോഴും അവിടെയും എത്തിക്കലായിട്ട് പെരുമാറും. വേറൊരാളെന്ന് പറയാനായിട്ട് ലൈക്ക് എന്താ പറയുക അത്രക്ക് എത്തിക്സോ കാര്യങ്ങളോ ഒന്നും ഫോളോ ചെയ്യാത്തൊരു കമ്പനിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളായിരിക്കാം. അപ്പോൾ എന്താണോ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അതേ ആൾ ഇവിടെ വന്നിട്ട് ചെയ്യത്തുള്ളൂ. ഇനി ലൈക്ക് വേറൊരു എംപ്ലോയി ലൈക്ക് അയാൾ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങൾ അങ്ങനെ ആവാം. അപ്പോൾ ആൾ ഫസ്റ്റ് ഒരു എംപ്ലോയി ഒരു ഫ്രഷർ ആണെങ്കിലും ആൾ ആ ഒരു ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അയാൾ എന്താ പറയുക അയാൾ വർക്ക് ലൈഫും കൊണ്ടുപോവുക. അപ്പോൾ എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്താ പറയുക പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായിരിക്കാം. അപ്പോൾ അത് കാരണം അവരവിടെ അൺഎത്തിക്കലായിട്ടുള്ള ബിഹേവിയർ നടത്താൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു എംപ്ലോയി ആൾ നേരത്തെ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നേരത്തെ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ സെയിൽസ് ബോണസിന് വേണ്ടി, സെയിൽസ് ബോണസ് ഇൻ ദ സെൻസ് സെയിൽസ് ഇൻസെൻറ്റീവ്, നമ്മൾ ഒരുപാട് സെയിൽസ് നടത്തുമ്പോഴേക്കും നമുക്ക് ഓരോ സെയിലിനും കമ്മീഷനായിട്ട് ഇൻസെൻറ്റീവ് കിട്ടുമല്ലേ. അപ്പോൾ ഈ ആൾ എന്താ പറയുക ഫേക്ക് സെയിൽസ് ബുക്ക് ചെയ്തിട്ട് ഇൻസെൻറ്റീവ് വാങ്ങുമായിരുന്നു പ്രീവിയസ് കമ്പനിയിൽ. അപ്പോൾ അതവിടെ ആരും പിടിച്ചിട്ടില്ല. അപ്പോൾ ആളെന്താ ആ ഒരു ബിഹേവിയർ ഇവിടെയും വന്ന് കാണിക്കും, നമ്മുടെ കമ്പനിയിലും വന്ന് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് എംപ്ലോയീസ് എല്ലാവരും വേറെ വൈഡ് റേഞ്ച് ഓഫ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കാം. അപ്പോൾ അതൊരു ലെവലാണല്ലേ, അതൊരു കാരണമാണ്. അതാണ് ഇൻഡിവിജ്വൽ ലെവൽ. ഇൻഡിവിജ്വൽ ലെവൽ എന്താണ്, എംപ്ലോയീസ് വൈഡ് റേഞ്ച് ഓഫ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലേ വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കാം. അപ്പോൾ അത് അൺഎത്തിക്കൽ ബിഹേവിയറിനെ എൻകറേജ് ചെയ്യുന്ന ഒരു ലെവലാണ്. രണ്ടാമത്തെ ലെവൽ ഓർഗനൈസേഷൻ ലെവൽ. ഇത്രേ ഉള്ളൂ. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള മാനേജ്മെൻറ്റ് തന്നെ എംപ്ലോയീസിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഫ്രോഡ് നടത്താൻ. അതായത് അൺഎത്തിക്കലായിട്ട് പെരുമാറാൻ വേണ്ടി അവർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നു, അവർ തന്നെ എൻകറേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താ പറയുക എംപ്ലോയീസിനോട് ലൈക്ക് ഒരു ബാഡ് ട്രീറ്റ്മെൻറ്റ്, അതായത് ഇവർ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഇവർ ബാഡായിട്ട് ട്രീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ഇവർക്ക് വേണ്ട മോട്ടിവേഷനോ അപ്രിസിയേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല, ട്രെയിനിങ് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എംപ്ലോയീസ് എന്താ ലൈക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഓക്കെ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഇവിടെ നിന്നൊരു ബെനിഫിറ്റും കിട്ടുന്നില്ല, ആരും എനിക്ക് ലൈക്ക് ഒരു മോട്ടിവേഷനോ ഒരു ട്രെയിനിങ്ങോ ഒരു അപ്രിസിയേഷനോ ഒന്നും തരുന്നില്ല. അപ്പോൾ ഞാൻ ഇത്രയും നന്നായിട്ട് പെരുമാറിയിട്ട് കാര്യമില്ല, ഞാൻ അൺഎത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് ഓർഗനൈസേഷൻ ലെവലാണല്ലേ, ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് അൺഎത്തിക്കൽ ബിഹേവിയർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. അതായത് ഓർഗനൈസേഷൻ തന്നെ അതിനകത്ത് മാനേജ്മെൻറ്റ് തന്നെ ഇവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് അൺഎത്തിക്കൽ എന്താ പറയുക എത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യാതിരിക്കാൻ. ഓക്കെ, അപ്പോൾ അത് രണ്ടാമത്തത് ഓർഗനൈസേഷൻ ലെവൽ. ഓക്കെ, മൂന്നാമത്തെ ലെവൽ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. എക്സ്റ്റേണൽ പ്രഷർ ആൻഡ് ഇൻഫ്ലുവൻസ് സച്ച് ആസ് ദോസ് ഫ്രം കോമ്പറ്റേറ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഗവൺമെൻറ്, പാർട്ട്നേഴ്സ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് എക്സെട്ര ഇൻ ബിസിനസ് എത്തിക്സ്. അതായത് പുറത്തു നിന്നുള്ള പ്രഷർ, എക്സ്റ്റേണൽ പ്രഷർ വഴി നമ്മൾ അൺഎത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യുക അല്ലേ, അത് നമ്മൾ അൺഎത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുക. അതാണ് എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഔട്ട്സൈഡ് ഓഫ് ദ ഓർഗനൈസേഷൻ, അത് സപ്ലയേഴ്സിൽ നിന്നുള്ളതാവാം, അതല്ലെങ്കിൽ കോമ്പറ്റേറ്റേഴ്സിൽ നിന്നുള്ളതാവാം,
ഗവൺമെൻറ് ആവാം, ഷെയർ ഹോൾഡേഴ്സ് ആവാം, ആരും ആവാം. പുറത്തു നിന്നുള്ള ആരുടെ പ്രഷർ മൂലമാണെങ്കിലും നമ്മൾ അൺഎത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യുന്നതാണ് ഔട്ട്സൈഡ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതാണ് മൂന്നാമത്തെ ലെവലിൽ. ഇപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമ്മുടെ ഒരു കോമ്പറ്റേറ്റർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബ്രേക്ക് ചെയ്തിട്ട് ടാക്സ് കുറച്ചു. ഓക്കെ, ആൾ ഫയൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ആൾ കൊടുക്കേണ്ട പേ ചെയ്യേണ്ട ടാക്സ് കുറച്ചു, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബ്രേക്ക് ചെയ്തിട്ട് എന്തോ ഒരു ലൂപ്പ് ഹോൾ വഴി. അപ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ് നമുക്കൊരു പ്രഷർ കിട്ടി, ഓക്കെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യണം, നമുക്ക് നിലനിൽക്കണമെങ്കിലും നമ്മളും ഇത് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നമ്മളും അത് എന്താ പറയുക അൺഎത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ആരിൽ നിന്ന് കിട്ടിയ പ്രഷറാണ്? പുറത്തു നിന്നുള്ള ഒരു കോമ്പറ്റേറ്ററിൽ നിന്ന് കിട്ടിയ പ്രഷറാണ്. അപ്പോൾ ഇത് ഔട്ട്സൈഡ് ഓഫ് ദ ഓർഗനൈസേഷൻ ലെവലാണ് അല്ലേ. അപ്പോൾ നമ്മൾ 3 ലെവൽ പഠിച്ചു. ഇൻഡിവിജ്വൽ ലെവൽ പഠിച്ചു, ഓർഗനൈസേഷൻ ലെവൽ പഠിച്ചു, അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഓഫ് ദ ഓർഗനൈസേഷനും പഠിച്ചു. എന്താണ് ഇൻഡിവിജ്വൽ ലെവലിൽ പഠിച്ചത്? അതായത് എംപ്ലോയീസ് എന്ന് പറയുന്നത് വൈഡ് റേഞ്ച് ഓഫ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കാം. അപ്പോൾ അവർ അവരുടേതായ രീതിയിലേ പെരുമാറത്തുള്ളൂ അല്ലേ. അവരെന്താണോ നേരത്തെ കമ്പനിയിൽ ചെയ്തത്, അതുപോലെ അവർ ഏതൊരു ജീവിത സാഹചര്യത്തിലാണോ വളർന്നു വന്നത് അവർ അങ്ങനെ ചെയ്യൂ അല്ലേ. അപ്പോൾ അത് അൺഎത്തിക്കൽ ബിഹേവിയറെ എൻകറേജ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് അടുത്തത്? ഓർഗനൈസേഷൻ ലെവൽ. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എംപ്ലോയിക്ക് മാനേജ്മെൻറ്റിനോട് എത്തിക്സ് ഇല്ല, മാനേജ്മെൻറ്റിന് എംപ്ലോയീസിനോട് എത്തിക്സ് ഇല്ല. അതായത് മാനേജ്മെൻറ്റ് നിങ്ങൾ തോന്നിയതുപോലെ ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്കൊരു അപ്രിസിയേഷനും ഒരു മോട്ടിവേഷനും കാര്യങ്ങളും ഒന്നും തരൂല എന്നാൽ അവർ ഉറച്ച് പറയുവാണ്. അപ്പോൾ എംപ്ലോയീസ് എന്താ ചെയ്യുക? അൺഎത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യും അല്ലേ. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഭാഗത്തുനിന്ന്, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്താ പറയുക, എംപ്ലോയീസിനെ കെയർ ചെയ്യുന്നില്ല, അവർക്ക് വേണ്ട മോട്ടിവേഷനോ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇവർ തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്, ഇവർ തന്നെ എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ് എന്തിന്? അൺഎത്തിക്കലായിട്ട് പെരുമാറാനായിട്ട്. അപ്പോൾ അതാണ് ഓർഗനൈസേഷൻ ലെവൽ. ദെൻ മൂന്നാമത്തെ എന്തായിരുന്നു? ഔട്ട്സൈഡ് ഓഫ് ദ ഓർഗനൈസേഷൻ, പുറത്തു നിന്നുള്ള പ്രഷർ. അത് ആരുടെയൊക്കെ വഴി ആവാം? കോമ്പറ്റേറ്റേഴ്സ് ആവാം, അതല്ലെങ്കിൽ നമ്മുടെ സപ്ലൈസ് ആവാം, ആര് വേണമെങ്കിലും ആകാം. അതിനുള്ള എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞ കോമ്പറ്റേറ്റേഴ്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബ്രേക്ക് ചെയ്തിട്ട് ടാക്സ് വെട്ടിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു പ്രഷർ കിട്ടി, നമുക്ക് സസ്റ്റെയിൻ ചെയ്യണം, നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മളും ടാക്സ് വെട്ടിക്കണമെന്ന്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക അൺഎത്തിക്കലായിട്ട് പെരുമാറാൻ വേണ്ടി നമ്മളെ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ഇത് 3 ലെവൽസ്. പിന്നെ നമ്മൾ പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ വാല്യൂസും നോംസും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാല്യൂസ് ആണ്. അതായത് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളതിൽ എത്തിക്കലി എങ്ങനെയൊക്കെയാണ് വാല്യൂസ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണത് അപ്ലിക്കബിൾ ആകുന്നതെന്നാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.